ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അനോട്ടേഷൻ ആണ് നോക്കുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ വേരിയബിൾ ടൈപ്പ് അനോട്ടേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ പ്രീവിയസ് വീഡിയോന്റെ വേരിയബിൾ ടൈപ്പ് അനോട്ടേഷന്റെ ഡീറ്റെയിൽസ് ആണെന്ന് ഈ ഫയലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കേട്ടോ. എന്താണ് ഫംഗ്ഷൻ പാരാമീറ്റർ അനോട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാറില്ലേ? അത് നോർമൽ ഫംഗ്ഷൻസോ ആരോ ഫംഗ്ഷൻസോ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യൂലേ? അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻസ് പാരാമീറ്റർ എടുക്കാറുണ്ട്, പാരാമീറ്റേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഇൻപുട്ട് പാരാമീറ്റേഴ്സിന് നമ്മൾ അതും ഒരു ടൈപ്പ് വേരിയബിൾ ആണല്ലോ, അതിനും നമ്മൾ ഡാറ്റ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് നമുക്ക് സിന്റാക്സ് നോക്കുവാണെങ്കിൽ ഇതാണ് ബേസിക് ആയിട്ടുള്ള, ഇതാണ് നമ്മുടെ റെഗുലർ ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സിന് ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന സിന്റാക്സ്. അതായത് പാരാമീറ്റർ നെയിം കോളൻ ഇട്ടിട്ട് അതിന് ടൈപ്പ് വേരിയബിളിൽ കൊടുത്ത പോലെ തന്നെ കോളനും അതിന്റെ ടൈപ്പും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇതേ കാര്യം തന്നെ നമുക്ക് ആരോ ഫംഗ്ഷനിലും ചെയ്യാം. ഇപ്പൊ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആരോ ഫംഗ്ഷൻസ് അല്ലേ, അതിന്റെ റീഡബിലിറ്റി ഉണ്ട്. അപ്പൊ ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും അതിന്റെ സിന്റാക്സ്. അഗൈൻ പാരാമീറ്റർ നെയിമും അതിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. നമുക്കൊരു റിയൽ എക്സാമ്പിൾ നോക്കാം. ആദ്യം ഞാനൊരു റെഗുലർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫംഗ്ഷൻ സ്പേസ്, ഞാൻ ഗ്രീറ്റ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. അതില് നെയിം എന്നാണ് പാരാമീറ്റർ വരുന്നത്. അതിന്റെ ടൈപ്പ് അഗൈൻ നമ്മൾ കോളൻ ഇട്ടിട്ട് സ്പെസിഫൈ ചെയ്തെടുക്കുക. ഇതേ ഒരു ഡിഫറൻസ് ഉള്ളൂ. അതായത് നമ്മൾ അതിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അനോട്ടേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ട പോലെ കോളനും ടൈപ്പും. ഒരു വേരിയബിളും കൂടെ കൊടുക്കാം, ഏജ് എന്ന് പറഞ്ഞ്. അതിന്റെ ടൈപ്പ് എന്തായിരിക്കും? നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഞാനൊരു ടെംപ്ലേറ്റ് ലിറ്ററലി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ചെയ്യുന്നത്. ആദ്യം ഞാൻ ടെംപ്ലേറ്റ് ലിറ്ററിന്റെ സിന്റാക്സ് എന്താ? ഡോളർ സിമ്പിളും ആ ഒരു ബ്രേസസും ആണല്ലേ. നെയിം കൊടുക്കുന്നു, യുവർ ഏജ് എന്ന് പറഞ്ഞിട്ട് ആ ഏജ് പാസ് ചെയ്ത് വരുന്ന വാല്യൂ കൊടുക്കുന്നു. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്നൊക്കെ സാധാരണ കോൾ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. ഇതിൽ ഞാൻ അന്ന എന്നാണ് നെയിം പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ഏജ് 10 കൊടുക്കുന്നു. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നതിന് ഞാനൊരു മെസ്സേജ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുവാണ്. അതിനെ ഒന്ന് കൺസോൾ ചെയ്യുവാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, അന്ന യുവർ ഏജ് എന്ന് പറഞ്ഞ്, സോറി നമുക്ക് ഏജിനെ ഞാൻ ടെംപ്ലേറ്റ് ലിറ്ററിൽ സെറ്റ് ചെയ്തില്ല അല്ലെ. ഏജ് എന്ന് പറഞ്ഞ് 10 എന്ന് വന്നില്ലേ. ഇനി സപ്പോസ് ഞാനിവിടെ നെയിമിന് സ്ട്രിങ്ങും ഏജിന് നമ്പറും അല്ലേ കൊടുത്തിരിക്കുന്നത്. പാസ് ചെയ്യുമ്പോൾ ഞാൻ ഏജിന് പകരം അറിയാതെ ഒരു നമ്പർ ആണ് പാസ് ചെയ്തതെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എറർ വരും. അതായത് ആർഗ്യുമെന്റ് നമുക്ക് നേരത്തെ വേരിയബിൾ ഡിക്ലറേഷനിൽ വന്ന സെയിം എറർ തന്നെ. അത് ഇതിന്റെ ടൈപ്പ് പാരാമീറ്റർ ടൈപ്പ് സ്ട്രിങ് ആണ്. സോ നമ്മൾ നമ്പർ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള എറർ നമുക്ക് ഇവിടെ തന്നെ പോപ്പപ്പ് ചെയ്ത് വരും. അതേപോലെ തന്നെ സപ്പോസ് എന്റെ ഈ ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് 2 പാരാമീറ്റേഴ്സ് അല്ലേ. ഞാൻ മൂന്നാമതൊരു പാരാമീറ്ററും കൂടെ പാസ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. എഗെയിൻ നമുക്ക് എറർ വരും. അതായത് എക്സ്പെക്ടഡ് 2 ആർഗ്യുമെന്റ്സ് ബട്ട് ഗോട്ട് 3 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സിനേക്കാളും കൂടുതലോ കുറവോ എങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കമ്പൈൽ ടൈം എറർ വന്നിട്ട് അതിനെ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ കോഡ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ കോൺസ്റ്റ് ആഡ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. അത് 2 പാരാമീറ്റർ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് എക്സ്, അതിന് നമ്പർ കൊടുക്കുന്നു. അതേപോലെ തന്നെ വൈ, എഗെയിൻ ഞാൻ നമ്പർ ആണ് കൊടുക്കുന്നത്. ആരോ ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ നല്ലപോലെ അറിയാവുന്നല്ലേ. സോറി, ഞാൻ ആരോ മിസ് ചെയ്തു. ഇനി ഇത് റിട്ടേൺ എക്സ് പ്ലസ് വൈനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ ഈ ഫംഗ്ഷന് പുറത്ത് ജസ്റ്റ് കൺസോൾ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെ ഒന്ന് കോൾ ചെയ്യുവാണ് കേട്ടോ. ആഡിനെ കോൾ ചെയ്യുന്നു. എഗെയിൻ ഞാൻ 2 പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും റെഗുലർ ഫംഗ്ഷൻ പോലെ തന്നെ അതിന്റെ അനോട്ടേഷനും കറസ്പോണ്ടിങ് ടൈപ്പും കൊടുക്കാം. ഇനി നമുക്ക് സപ്പോസ് ഇതിന്റെ ടൈപ്പ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചോ. രണ്ടും ഞാൻ ഇതാക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ പാരാമീറ്റർ എക്സ് ഈസ് ഇംപ്ലിസിറ്റ്ലി ഹാസ് എനി ടൈപ്പ് ബട്ട് ബെറ്റർ ടൈപ്പ് എ ഇൻഫേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് ആയിരിക്കും ഇവിടെ വരിക. എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട്
ഇംപ്ലിസിറ്റ്ലി ഇതിന്റെ ടൈപ്പ് എന്തായിട്ട് എടുത്തിരിക്കുന്നത് എനി ടൈപ്പ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എന്ത് ടൈപ്പ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ആ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മുടെ ഇതുണ്ടാവുക. അതും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ടൈപ്പ് കൊടുക്കാതെ ഇരിക്കാം, പക്ഷെ ടൈപ്പ് കൊടുക്കുന്നതാണ് നമ്മുടെ കോഡിന്റെ സേഫ്റ്റിക്ക് ബെറ്റർ. അപ്പൊ ഇത്രയാണ് ഫംഗ്ഷൻ പാരാമീറ്ററിൽ അനോട്ടേഷൻ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സിൽ ഡീഫാൾട്ട് ആയിട്ട് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ അഗൈൻ വന്നിട്ട് ഈ എക്സിന് നമ്പറിന് തന്നെ അതിന്റെ ടൈപ്പ് സെറ്റ് ചെയ്യാണ്. ഈക്വൽ ടു ഇട്ടിട്ട് 100 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ വൈക്കും ഡീഫാൾട്ട് ആയിട്ട് ഒരു വാല്യൂ നമുക്ക് ഈക്വൽ ടു 200 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഇനി നമ്മളിവിടെ അനോട്ടേഷൻ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഡീഫാൾട്ട് അത് ഇനി എടുത്തോളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കുന്നതാണ് ബെറ്റർ. ഈക്വൽ ടു ഇട്ടിട്ട് നമുക്ക് ഡീഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം. ഇനി കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂസ് ഇല്ലാതെ നേരത്തെ മിസ്മാച്ചിന്റെ എറർ വന്നില്ലേ, ഇപ്പൊ ഈ കേസിൽ ഡീഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീഫാൾട്ട് വാല്യൂ ആക്സസ് ചെയ്ത് എറർ ഒന്നും ഇല്ലാതെ റൺ ചെയ്തോളും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂ സെറ്റ് ചെയ്തും കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡീഫാൾട്ട് വാല്യൂവിനെ എന്ത് ചെയ്തോളും, ഓവർ റൈഡ് ചെയ്യും. അതായത് നമ്മൾ 1,2 പാസ് ചെയ്തിട്ടില്ലേ, അപ്പൊ 3 വന്നു. ഒരു വാല്യൂം ഇതിലേക്ക് വന്നില്ലെങ്കിൽ ഡീഫാൾട്ട് വാല്യൂ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്തോളും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ലേ, ചിലത് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആയിരിക്കും. സോ നമ്മൾ അതിന് ചിലപ്പോൾ ബൂലിയനൊക്കെ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറില്ലേ. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഫംഗ്ഷൻ പാരാമീറ്ററിന്റെ അനോട്ടേഷൻ ആയിരുന്നു അല്ലെ. ഇനി നമ്മൾ റിട്ടേൺ വാല്യൂവിന് എങ്ങനെയാണ് അനോട്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷനും, അതായത് നോർമൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ആരോ ഫംഗ്ഷനും റിട്ടേൺ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോർമൽ വാല്യൂവിന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്, റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നത് ഈ ഒരു വിധത്തിലാണ് അനോട്ടേഷൻ സെറ്റ് ചെയ്യുന്നത്. അതായത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് കോളനും അതിന്റെ കറസ്പോണ്ടിങ് ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക. അതുപോലെ തന്നെയാണ് ആരോ ഫംഗ്ഷൻ അനോട്ടേഷൻ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ അതിന്റെ ആരോ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ആരോയ്ക്ക് മുന്നേ അനോട്ടേഷനും അതിന്റെ കറസ്പോണ്ടിങ് ടൈപ്പും സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ആദ്യം ഒരു നോർമൽ ഫംഗ്ഷൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ എടുക്കുകയാണ്. ഗ്രീറ്റ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. നെയിം ആണ് അതിന്റെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ അനോട്ടേഷൻ ടൈപ്പ് സ്ട്രിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഹലോ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഹലോ പാസ് ചെയ്ത് വരുന്ന നെയിമും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷന് പുറത്ത് ഇതിനെ ഒന്ന് കോൾ ചെയ്യാം. ഗ്രീറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഞാൻ അനു ആണ് നെയിം പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആണല്ലേ. സോ എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യാം, അതിന്റെ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ കണ്ടില്ലേ, ഹലോ അനു എന്ന് പറഞ്ഞു വന്നു. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ആരോ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനൊന്ന് ഞാൻ കോൺസ്റ്റ് ഈക്വൽ ടു ഗ്രീറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഈക്വൽ ടു എഗെയിൻ എന്റെ പാരാമീറ്റർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ടൈപ്പ് സ്ട്രിങ് ആണ് സെറ്റ് ചെയ്യുന്നത്. എഗെയിൻ അനോട്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്തായിരിക്കും, എന്റെ റിട്ടേൺ ടൈപ്പും സ്ട്രിങ് ആണ്. അപ്പൊ റിട്ടേണിന്റെ അനോട്ടേഷനും സെറ്റ് ചെയ്ത് കൊടുത്തു. ആരോ സിമ്പിൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഹലോ അനു എന്ന് വന്നു. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് ആരോ ഫംഗ്ഷൻ ആണെങ്കിലും റെഗുലർ ഫംഗ്ഷൻ ആണെങ്കിലും അതിന്റെ റിട്ടേണിന് നമ്മൾ അനോട്ടേഷൻ സെറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് കോളനും അതിന്റെ കറസ്പോണ്ടിങ് ടൈപ്പും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ പ്രീവിയസ് കേസിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ഇവിടെ ഒരു ടൈപ്പും സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു, റിട്ടേൺ ടൈപ്പും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ കമ്പൈലർ തന്നെ ഡിറ്റർമൈൻ ചെയ്യും അതിന്റെ റിട്ടേൺ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ടൈപ്പ്. ഇവിടെ കണ്ടില്ലേ, സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് സ്ട്രിങ് എന്ന് പറഞ്ഞു. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തില്ലെങ്കിലും ഈ രണ്ട് ഫംഗ്ഷനിലും, ആരോയിലാണെങ്കിലും ജനറൽ ഫംഗ്ഷനിലാണെങ്കിലും മീൻസ് നോർമൽ ഫംഗ്ഷനിലാണെങ്കിലും അതിന്റെ റിട്ടേൺ ടൈപ്പ് സ്ക്രിപ്റ്റ് തന്നെ എടുക്കും. സപ്പോസ് ഞാൻ ഈ സ്ട്രിങ്ങിന് പകരം ഒരു നമ്പർ ആണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. എഗെയിൻ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ മേലെ എച്ച് ഓവർ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, എന്റെ റിട്ടേൺ ടൈപ്പ് നമ്പർ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ റിട്ടേൺ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഇംപ്ലിസിറ്റ്ലി എന്ത് ചെയ്തോളും, കമ്പൈലർ അതിന്റെ ഡാറ്റ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്തോളും. മീൻസ് റിട്ടേൺ ടൈപ്പിന്റെ ഡാറ്റ ടൈപ്പ്. ഇനി സപ്പോസ് നമുക്ക് ഒരു കാര്യവും ഇതിന് റിട്ടേൺ ചെയ്യുന്നില്ല, അതായത് നമ്മളിവിടെ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ ഈ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ എനിക്ക് അതിനൊരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല അല്ലെ. അതിനെ നമ്മൾ വോയിഡ് എന്ന് പറയുന്നത്. അതായത് ആബ്സെൻസ് ഓഫ് വാല്യൂ. നമുക്കത് വേരിയബിളിലാണെങ്കിലും ഫംഗ്ഷനിലാണെങ്കിലും പറയാം. നമുക്ക് ഒന്നും റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വാല്യൂം ഇല്ലെങ്കിൽ അവിടെ ഒരു വോയിഡ് ആയിരിക്കും ഉണ്ടാവുക.
മൗസ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ അതിന്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഫംഗ്ഷനെ പുറത്തൊന്ന് കോൾ ചെയ്യാം. അന്നാന്ന് ഞാൻ നെയിം പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കണ്ടില്ലേ. അപ്പൊ വോയിഡ് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? റിട്ടേൺ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ അതിന്റെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഇതിപ്പോ ഇംപ്ലിസിറ്റ്ലി സെറ്റ് ആയതല്ലേ, നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യാം? ഇതുപോലെ വോയിഡ് ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, എഗെയിൻ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹലോ, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് പാരാമീറ്റേഴ്സിനും റിട്ടേൺ ടൈപ്പിനും എങ്ങനെയാണ് അന്നോട്ടേഷൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഓർത്തിരിക്കുക. ഡിഫാൾട്ട് വാല്യൂ നമുക്ക് പാരാമീറ്ററിന് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വോയിഡും. അതേപോലെ ഒന്നും റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ അതിന്റെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? ഡിഫാൾട്ട് ആയിട്ട് വോയിഡ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.